ഒരിക്കൽ അലിയാർ തങ്ങൾ വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ തകൃതിയായ പണിയിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. തൻ്റെ പിഞ്ചോമന മക്കളായ ഹസനെയും ഹുസൈനെയും കുളിപ്പിക്കുകയും അവർക്ക് പുതിയ വസ്ത്രങ്ങളും അണിഞ്ഞു കൊടുക്കും. അതോടൊപ്പം തന്നെ മഹദി കുബൂസും ഉണ്ടാക്കുന്നുണ്ട്. അലിയാർ തങ്ങളെ കാണുമ്പോൾ സ്നേഹത്തോടെ പൊതിയുന്ന ഫാത്തിമ ബീവിയുടെ പതിവിൻ്റെ വിപരീതമായിട്ടുള്ള ഈ കാഴ്ച കണ്ടപ്പോൾ അലിയാർ തങ്ങൾ ചോദിച്ചു, അല്ല ഫാത്തിമ, ഇന്നെന്തു പറ്റി? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ഇന്നൊരു യാത്രക്കൊരുങ്ങുകയാണ്. നിങ്ങളെയും മക്കളെയും തൽക്കാലം കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അലിയാർ തങ്ങൾ പറഞ്ഞു, പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാണ് മടക്കം? ഖിയാമത്ത് നാൾ വരെ ഞാൻ മടങ്ങി വരില്ലെന്ന് ഫാത്തിമ ബീവി. അലിയാർ തങ്ങൾ ഒരു ഇടിവെട്ടേറ്റതുപോലെ ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാണിത് പറഞ്ഞത്? ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു കിനാവിൽ എൻ്റെ പിതാവ് വന്നു. ഇന്നലെ രാത്രിയിൽ കിനാവിൽ എൻ്റെ പിതാവ് വന്നു. എന്നോട് എന്നെ കാണാൻ പൂതിയുണ്ടെന്നും എന്നെ എൻ്റെ പിതാവിൻ്റെ അരികിലേക്കും വിളിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് പോവുകയാണ്. ധീരനായ അലിയാർ തങ്ങൾ, ഒരുപാട് യുദ്ധങ്ങൾ കീഴ്പ്പെടുത്തിയ അലിയാർ തങ്ങൾ ഒരു കുഞ്ഞിനെ പോലെ കരയാൻ തുടങ്ങി. ഫാത്തിമ, നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഈ ദുനിയാവിൽ ജീവിക്കും? ഫാത്തിമ ഒരു കുഞ്ഞിനെ പോലെ കരയുകയാണ് അലിയാർ തങ്ങൾ. ഒന്നും അറിയാതെ നിഷ്കളങ്കരായ കുട്ടികൾ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. ഹസനെയും ഹുസൈനെയും മടിയിലേക്ക് എടുത്തു വെച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബീവി ചുടുചുംബനങ്ങൾ നൽകി, ഇനി എൻ്റെ മക്കൾക്ക് ആരാണ് പുതുവസ്ത്രങ്ങൾ അണിയിച്ചു തരിക? ഉമ്മ പോവാണ് കേട്ടോ. വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ സംജാതമാവുകയാണ്. ഫാത്തിമ ബീവിയോട് അലിയാർ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഫാത്തിമ, പിതാവിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ എന്നെയും പെട്ടെന്ന് വിളിക്കാൻ പറയണേ. പിതാവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഈ അലി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടാൻ പറയണേ. പ്രിയമുള്ളവരെ, എന്ന് റമളാൻ 3 ആ സംഭവം ഉണ്ടായത്. അന്ന് രാത്രിയിൽ മറമാടിയതിന് ശേഷം അലിയാർ തങ്ങൾ ഖബറിൻ്റെ ചാര ചെന്നിട്ട് യാ ഫാത്തിമ, ഓ എൻ്റെ ഫാത്തിമ എന്ന് വിളിച്ചിട്ട് പൊട്ടിക്കരയുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. വിളി കേൾക്കാതെ വന്നപ്പോൾ രണ്ടാമതും വിളിച്ചിട്ടും വിളി കേൾക്കാതെ വരുമ്പോൾ ഖബറിൻ്റെ മേലെ കൈവച്ചിട്ട് ആ ഖബറിനോട് പറയുന്നുണ്ട്, യാ ഖബറെ, എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമായി നീ നോവിച്ചു പോകരുതേ, പ്രിയപ്പെട്ട ഫാത്തിമാനെ നീ വേദനിപ്പിക്കരുതേ എന്ന്. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ സ്നേഹത്തിൻ്റെ പറുദീസയാണ് ഈ ദുനിയാവിൽ അവർ നെയ്തു കൂട്ടിയത്. ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനമാണ്. ഒരു ഫാത്തിഹ നമ്മൾ ഓതാൻ തയ്യാറാണ്.